കൂട്ടുകാരെ, ഹായ്, ഹലോ ഫ്രണ്ട്സ്. പൂമ്പാറ്റകളിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. നല്ല സെഷൻസ് നിങ്ങളുടെ കാത്തിരിക്കുന്നു. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല നിമിഷങ്ങളായി മാറട്ടെ. കളിക്കാനും ചിരിക്കാനും ആർക്കാ ഇഷ്ടമല്ലാത്തത് അല്ലേ? ചില കൂട്ടുകാർ നമ്മുടെ കൂടെ ഒപ്പം വരുന്നുണ്ട്, ടിങ്കുവും കുക്കുവും ഒക്കെ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് എൻജോയ് ചെയ്യണം. ഇന്നൊരു ഗെയിമുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് കളിക്കുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്കായിട്ട് അവതരിപ്പിക്കുന്നു പൂമ്പാറ്റകൾ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ എല്ലാമായ ടിങ്കു ഉണ്ട് കൂടെ. ഒരു ഹായ് പറഞ്ഞേ, ഹായ് ഉറക്കെ പറയും. ഇവന് ഉറങ്ങിയിരിക്കുക, ഇച്ചിരി വിഷമമുണ്ട്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞായിരുന്നു. ഒരു ഹായ് പറഞ്ഞായിരുന്നു. നിങ്ങൾ കണ്ട കൂട്ടുകാരൊക്കെ ഹായ് പറഞ്ഞു. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? പിണക്കോ? കാരണം എന്താ അറിയാമോ, ഞാൻ ഈ കൂട്ടുകാരനോട് ഒരു സാധനം എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ എടുത്തു. എൻ്റെ ഒരു പേന അവൻ അത് എടുത്ത് വളരെ അത് നശിപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്തു. അവൻ എന്നിട്ട് പറയാണ്, ഞാൻ പേനയൊന്നും എടുത്തതല്ല ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. സിൻ ഓൾവേസ് സിൻ. അതെ, സിൻ ഓൾവേസ് സിൻ. നീ ഒന്ന് പറഞ്ഞേ. സിൻ ഓൾവേസ് സിൻ. പക്ഷേ അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. തെറ്റിനെ നിസ്സാരവൽക്കരിക്കരുത്. ഒന്ന് പറഞ്ഞേ. തെറ്റിനെ നിസ്സാരവൽക്കരിക്കരുത്. ഓക്കെ, കറക്റ്റാണ് നീ പറഞ്ഞത്. തെറ്റിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. കാരണം സിൻ ഓൾവേസ് സിൻ, അത് മറന്നു പോയത്. സിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തോ ഇവനറിയത്തില്ല. സിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ കൂട്ടുകാരെ? അതിന് മലയാള അർത്ഥം എന്തുവാ? പാപം എന്നുള്ളതാണ്. കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പാപം. എനിത്തിങ് അഗൈൻസ്റ്റ് ഗോഡ്സ് വിൽ ദാറ്റ് ഇസ് സിൻ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് എതിരായി എന്തെങ്കിലും ചെയ്താൽ അതെന്താണ്? പാപമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ആഗ്രഹത്തിനെതിരായി നമ്മൾ ചെയ്യുന്നത് എന്തും പാപമാണ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. അതെ, ഇവൻ ഒരുപാട് തെറ്റുകൾ ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ? എവ്രിബഡി വി ആർ സിന്നേഴ്സ്. കാരണം ഒരുത്തൻ പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഫ്രണ്ട്സ്, അതുകൊണ്ട് തെറ്റുകളുണ്ട്, പക്ഷെ അതിന് ഒരു പരിഹാര മാർഗവും ഉണ്ട്. അതാണ് യേശു കർത്താവ് വിശ്വസിക്കുക എന്നുള്ള പരിഹാര മാർഗം. അതുകൊണ്ട് ചെറിയ സിന്നെന്നില്ല, വലിയ സിന്നെന്നില്ല, സിൻ ഓൾവേസ് സിൻ. ഒന്ന് പറഞ്ഞേ. സിൻ ഓൾവേസ് സിൻ. പാപം എല്ലായ്പ്പോഴും പാപമാണ്, അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നോക്കിയേ, അന്ന് ആദിമ മനുഷ്യരായ ആരൊക്കെയാ? കറക്റ്റ്, ആദാം ചേട്ടനും ഹവ്വ ചേച്ചിയും അവിടെ തെറ്റ് ചെയ്തു. അവരെ പക്ഷെ ദൈവത്തിൻ്റെ ആ പ്രൊട്ടക്ഷൻ വലയത്തിൽ നിന്ന് ദൈവം പുറത്താക്കുക ചെയ്തത്. അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തായിരുന്നു. അതുകൊണ്ട് പാപത്തിന് പണിഷ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം, അറിയാമോ നിനക്ക് ആ വാക്യം? മരണം അത്രേ. കറക്റ്റാണ്, മരണം അത്രേ. അതിനകത്ത് വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും തെറ്റ് ചെയ്താൽ അതിന് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്, അതിന് അടി കിട്ടും. അതിനോട് പാപത്തെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ആ പണിഷ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടും. ആദമിനും കിട്ടിയായിരുന്നു ആ പണിഷ്മെൻറ്റ്. കിട്ടിയായിരുന്നല്ലേ? കിട്ടി. അതുകൊണ്ട് ചെറുതെന്നില്ല വലുതെന്നില്ല, പാപത്തിൻ്റെ ശമ്പളം എല്ലാത്തിനും നമ്മൾ അർഹരായി തീർച്ചയായിട്ടും തീരും. അതുകൊണ്ട് പാപത്തിൻ്റെ കൂട്ടുകാരായി നമുക്ക് മാറണം. വേണ്ട, നീ വെരി ഗുഡ്. പക്ഷേ ഇവൻ അറിയാതെ ചിലപ്പോൾ അങ്ങ് ചെയ്തു പോകും. നിങ്ങളോ കൂട്ടുകാരെ, അറിയാതെ ചെയ്തു പോകാറുണ്ടോ? അതുകൊണ്ടാണ് അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി നമ്മൾ കുമ്പസാര പ്രാർത്ഥനയിൽ കൂടെ പ്രാർത്ഥിച്ച് അതിന് പരിഹാര മാർഗം തേടുന്നത്. അതുകൊണ്ട് നമുക്ക് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ദൈവസന്നിധിയിൽ പോയിരുന്ന് നമ്മുടെ തെറ്റുകളും പാപങ്ങളും ഒക്കെ കൺഫസ് ചെയ്യാൻ. നീ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. കുമ്പസാര പ്രാർത്ഥന സമയത്ത് നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, നിങ്ങൾക്ക് കുമ്പസാര പ്രാർത്ഥന സമയത്ത് ചുമ്മാതിരിക്കണമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ തെറ്റുകളൊക്കെ ഏറ്റു പറയണം. റെഡിയാണോ? ഓക്കെ, ഞാൻ റെഡിയാണ്. ഓക്കെ, ഇവൻ റെഡിയാണ്. കൂട്ടുകാരെ, നിങ്ങളോ? സിൻ ഈസ് ഓൾവേസ് സിൻ. അതുകൊണ്ട് പാപത്തിന് ശമ്പളം മരണം അത്രേ. അതുകൊണ്ട് കീപ് അവേ ഫ്രം സിൻ. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നമുക്ക് പോകാം. റെഡിയാണോ നിങ്ങൾ? യെസ്, ഐ ആം റെഡി. ഇവൻ റെഡിയാണ്. നിങ്ങളോ? ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഗെയിം കൂടെ കളിച്ചാലോ? നിങ്ങൾക്ക് സന്തോഷമല്ലേ ഗെയിം കളിക്കുന്നത്? ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും
കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു ലൈനായിട്ട് നിങ്ങൾ നിർത്തുക. നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ വിളിച്ച് നിർത്തിയാലും മതി. നേരെ നിൽക്കുക. ഇതിന് ശേഷം ഞാൻ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക് അല്ലേ? സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, നന്മയുള്ള ചില ഫലങ്ങൾ നമ്മളിന്ന് പുറപ്പെടണം. ആ ഫലങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് ഒരു ജമ്പ് ചെയ്തോണം, റൈറ്റ് സൈഡിലോട്ട്. ഓക്കെ? അല്ല, ഫ്രൂട്ട് ഓഫ് ദ ഫ്ലഷ് ആണ്, ജഡത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ജമ്പ് ചെയ്തോണം. ഓക്കെ? ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ജമ്പ്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ഒരു ജമ്പ് ചെയ്തോണം. ഓക്കെ? അപ്പം ഞാൻ സ്പീഡിൽ പറയും, തെറ്റിപ്പോയാൽ നിങ്ങൾ നിർത്തണ്ട, നിങ്ങൾ വീണ്ടും തുടർന്നു. പക്ഷെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരു പോയിൻ്റ് എണ്ണിക്കോണം. അപ്പം ഞാൻ 10 എണ്ണം പറയും, 10 അനുഭവങ്ങൾ പറയും. ഏറ്റവും ഭംഗിയായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്ന ആരാന്ന് നോക്കിയാലോ? റെഡി? അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്തൊക്കെയാണ്, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളൊരു 3 ആത്മാവിൻ്റെ ഫലങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് ഷൗട്ട് ചെയ്തേ. 1, 2, 3. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദി ഫ്ലഷോ, തിന്മയുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? തിന്മയുടെ ഫലങ്ങൾ ചിലപ്പോൾ ഗോസിപ്പ് പറയുന്നതാകാം, ചിലപ്പോൾ എൻവി ആകാം, ചിലപ്പോൾ ചില അഡിക്ഷൻസ് ആകാം, ലൈസ് ആകാം. സോ അതൊക്കെ ഫ്രൂട്ട് ഓഫ് ദി ഫ്ലഷ് ആണ്. ഓക്കെ? റൈറ്റ്. അപ്പോൾ നമ്മൾ നേരെ നിൽക്കുന്നു, നിങ്ങളെല്ലാവരും നിന്നോ. അപ്പം ഞാൻ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റാന്ന് പറയുന്നത് റൈറ്റിലോട്ടും, ഫ്ലഷ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ടും ചാടിക്കോണം. ഓക്കെ? റൈറ്റ്. പറയുന്നു. ലവ്, സ്നേഹം. ഗോസിപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്. എനിമിറ്റി. ഗുഡ്. പീസ്, സമാധാനം. വെരി ഗുഡ്. ജോയ്. മറ്റൊന്നാണ് ഫൈറ്റ്, അടി ഇടി ബഹളം, കുത്ത വെട്ട. എങ്ങോട്ടാണ് ചാടിയത്? ഇടത്തോട്ട് ചാടി. റൈറ്റ്. ലൈസ്, കള്ളം പറച്ചിൽ. അഡിക്ഷൻസ്, സ്ലാൻഡർ, വേണ്ടാത്ത അപവാദങ്ങളൊക്കെ പറയുക എന്നുള്ളത്, സ്ലാൻഡർ. വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളിൽ നിന്ന് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് വരണം. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവർക്കാണ് ദൈവത്തിൻ്റെ സ്പിരിറ്റിൽ മുൻപോട്ട് പോകാൻ പറ്റുന്നത്. ചില കൂട്ടുകാർ സാത്താനെ വിളിച്ച് കേട്ട് ദേഹത്ത് വെച്ചിട്ടുണ്ട്, അവരിൽ നിന്നുള്ള തിന്മയെ വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് ആണോ ഫ്രൂട്ട് ഓഫ് ദി ഫ്ലഷ് ആണോ നമ്മളിൽ പ്രധാനമായിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ ലോകം ഫ്രൂട്ട് ഓഫ് ദ ഫ്ലഷിലേക്ക് നമ്മളെ നയിക്കും, ദൈവം നമ്മളെ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിലേക്ക് നയിക്കും. നിങ്ങൾ ദൈവഭാഗത്തോ പാപത്തിൻ്റെ ഭാഗത്തോ നിങ്ങൾ തിരിച്ചറിയണം, ഏത് ഭാഗത്തുനിന്ന്. ആര് റെഡി? ഫ്രണ്ട്സ്, ഇതാ എൻ്റെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ സ്തോത്രാഴ്ച ഇടാറുണ്ട്, ഇടാറില്ലേ? നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ അർപ്പണങ്ങൾ നമ്മളെല്ലാ ആഴ്ചയിലും ഇടാറുണ്ട്. സോ ഇതിനകത്ത് ഇതൊരു സ്തോത്രാഴ്ച സഞ്ചിയാണ്. ഈ സ്തോത്രാഴ്ച സഞ്ചിക്കകത്ത് ഒരു സാധനമുണ്ട്. ഈ സാധനം നമ്മുടെയൊക്കെ ജീവിതം പോലുള്ളൊരു സാധനമാണ്. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ഈ സാധനം ഒരു കറുത്ത തുണിയാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, ഒരുത്തൻ പോലും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയമൊക്കെ നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ കറുത്തിരുണ്ട് ഒരു പരുവായിരിക്കുക. സോ ഞാൻ ഈ ബാഗ് നിങ്ങളെ കാണിക്കുന്നതൊന്നുമില്ല, കണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട് ഓഫ് ദ ഫ്ലഷിനകത്താണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണ് ആ ഓപ്പർച്യൂണിറ്റി? ദൈവഭാഗത്തേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കൂട്ടുകാരെ, നിങ്ങളുടെ ഈ ഓജസ്സും തേജസ്സും നഷ്ടപ്പെടുത്തിയ ഈ നല്ല ജീവിതത്തെ വെണ്മയുള്ള ജീവിതമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ദർ വാസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ നമ്മുടെ ജീവിതത്തെ, തിന്മയുള്ള ഈ ജീവിതത്തെ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നു. ഇതിനകത്തിട്ടിട്ടു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തെ വെണ്മയുള്ളതാക്കി തീർക്കണമെങ്കിൽ ദർ വാസ് എ വേ, ഒരു വഴിയുണ്ട്. എന്താണ് ആ വഴി? വഴി മറ്റൊന്നുമല്ല. ആ വഴിയെന്ന് പറയുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവിൽ കൂടെ അല്ലാതെ
നമുക്ക് ആർക്കും വെണ്മയുള്ള ജീവിതം നയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഈ ബ്ലഡാൽ കഴുകപ്പെട്ട് അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ശുദ്ധിയുള്ള വെണ്മയുള്ള ജീവിതത്തിന് ഉടമയായി മാറാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, നിങ്ങൾ ആ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണോ? ഇഫ് യു എഗ്രി, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ദൈവം തമ്പുരാൻ ദാനമായിട്ട് തരും. എങ്ങനെയുള്ള ജീവിതം? വെണ്മയുള്ള ജീവിതം. നോക്കാം, ഇതിനകത്ത് വെണ്മയുള്ള ജീവിതമായി മാറിയോ നോക്കട്ടെ. എടുക്കുക അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും കിട്ടും. വെണ്മയുള്ള മനോഹര ജീവിതം നമുക്ക് ദൈവം തമ്പുരാൻ ദാനമായിട്ട് നൽകും. ആ കറുത്ത ജീവിതം മാറി ഇപ്പം വെണ്മയുള്ള ജീവിതമാണ്. അങ്ങനെ നിങ്ങൾ യേശു കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? യെസ് ഫ്രണ്ട്സ്, DSMC നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഈ മനോഹര ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുകാരെ കൂടെ നിങ്ങൾ പങ്കുകാരാക്കണം. നിങ്ങൾ ഷെയർ ചെയ്യുകയോ പറയുകയോ അവരോടൊക്കെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് കാണാം പൂമ്പാറ്റകൾ. അടുത്ത ആഴ്ച കാണുന്നിടം വരെ ബൈ.